നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ഡെസ്കിലിരുന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി ഇനി എന്നെക്കൊണ്ടിത് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് സ്വയം പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടമില്ലാത്ത ജോലി ചെയ്തുകൊണ്ട് സ്വയം ശപിച്ച് ജീവിക്കുന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സ് പറയുമ്പോഴും ഞാൻ തീരുമാനമെടുത്താൽ എൻ്റെ അപ്പനും അമ്മയും അതുപോലെ എൻ്റെ വീട്ടുകാരും എന്ത് ചിന്തിക്കും എന്നുള്ള ഭയത്തിൽ ആ ജോലിയിൽ തുടർന്ന് ജീവിക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഓരോ തിങ്കളാഴ്ചയും പേടിയോടെ ഉണർന്നെഴുന്നേറ്റ് ഇഷ്ടമില്ലാത്ത ജോലിക്ക് പോകുന്നവരെ ഓർത്തും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്ത് ഒരുതരം അഭിനയ ജീവിതം നയിക്കുമ്പോഴും പുറമേ എല്ലാം നല്ലതാണ് എന്ന് അഭിനയിച്ച് തീർക്കേണ്ടി വരുന്നവരെ ഓർത്തുമാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിട്ടില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടം ഇതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ സംഭവിക്കുന്നത് നിങ്ങളോട് തന്നെ ഒരു വെറുപ്പും നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോവുകയും സന്തോഷം ഇല്ലാതാവുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടാവും. നമ്മളിങ്ങനെ അഭിനയിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും. അങ്ങനെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിച്ച് തീർക്കുന്ന ഈ ജീവിതം കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുമ്പോഴുണ്ടാവുന്ന ഒരു മാനസിക സംഘർഷവും റിഗ്രറ്റും ഒഴിവാക്കാനായിട്ടുള്ള ഒരു സാധ്യതയെ മുൻകൂട്ടി കാണുന്നതിനായി നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിനും പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം കുടുങ്ങിപ്പോയി എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവുന്നത്? അത് നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന് ഉത്തരം പറയാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ കാലഘട്ടത്തിലും നല്ല ഒരു ജോലി എന്ന് പറയുന്നത് ജോലിയിലുള്ള സ്ഥിരത, നമ്മുടെ പദവി, നമ്മുടെ ശമ്പളം, ഇതൊക്കെ തന്നെയാണ്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടങ്ങളോ നമുക്കുള്ള ആഗ്രഹങ്ങളോ ഒന്നുമല്ല. ഇപ്രകാരം ഒരു നല്ല സ്ഥിരമായ ഒരു ജോലിയുണ്ട്, എൻ്റെ മകനൊരു സ്ഥിരമായ ജോലിയുണ്ട് എന്ന് മാതാപിതാക്കൾ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവം, അതാണ് കേരളത്തിലെ നല്ല ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി ഇപ്രകാരമുള്ള നല്ല ജോലിയിൽ കഴിയുന്ന പല ആളുകളുടെയും അവസ്ഥ ഇതാണ്. അവരിങ്ങനെ ഇഷ്ടമില്ലാത്ത എക്സൽ ഷീറ്റുകളിലും ഇഷ്ടമില്ലാത്ത നൈറ്റ് ഷിഫ്റ്റുകളിലും ഒക്കെ കുടുങ്ങി അവരുടെ ജീവിതം അങ്ങനെ കടന്നു പോവുകയാണ്. ഞാനീ പറഞ്ഞത് എക്സൽ ഷീറ്റുകളും നൈറ്റ് ഷിഫ്റ്റുകളും സന്തോഷത്തോടെ ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല. ഒരു സന്തോഷവുമില്ലാതെ കടമ കഴിക്കാൻ വേണ്ടി ഇപ്രകാരമുള്ള ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചു മാത്രമാണ്. ഇപ്രകാരം കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവും ആഗ്രഹങ്ങളും ബലി കഴിച്ചിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് അവസാനം യഥാർത്ഥ സന്തോഷത്തിൽ പര്യവസാനിക്കില്ല. മറ്റൊരാളുടെ സന്തോഷത്തിനായിട്ട് നമ്മുടെ മാനസിക ആരോഗ്യം ബലി കൊടുത്താൽ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം കണ്ടെത്താനായിട്ട് സഹായിക്കില്ല എന്നുള്ളത് സത്യമാണ്. ഇനി നമ്മൾ ഓർക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളിങ്ങനെ കുടുങ്ങി അഭിനയിച്ച് ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത്, നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതിലാണ് കാര്യമുള്ളത് എന്നൊക്കെ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ അപ്രകാരം ചിന്തിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ കാലം കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഇഷ്ടമില്ലാത്ത ഈ ജോലി നൽകുന്ന പ്രഷർ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം പതുക്കെ പതുക്കെ ഇല്ലാണ്ടാക്കും. നമ്മളുടെ ജീവിതത്തിൽ ഒരു അരിശം, ഒരു റഫ്നെസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് നമ്മുടെ കോവർക്കേഴ്സിനോട് മാത്രമല്ല, അത് നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന സ്ഥലത്തൊക്കെ അറിയാതെ ഒരു റഫ്നെസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് നമ്മളെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ധാരാളം പഠനങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രചോദനം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെട്ട് ഇനി എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു സംശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. ചെയ്യുന്നതിലെല്ലാം ഒരുതരം കൃത്രിമത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നു. ആർക്കാനോ വേണ്ടി ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഇതാണ് ഏതൊരു ജോലിയും അത് സന്തോഷമില്ലാതെ താല്പര്യമില്ലാതെ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പ്രൊമോഷൻ കിട്ടിയിട്ട് സ്വന്തം കാറിലിരുന്ന് പൊട്ടിക്കരഞ്ഞ ഒരാളെ എനിക്കറിയാം. ആ പൊട്ടിക്കരഞ്ഞതിൻ്റെ കാരണം ഇതാണ്. തനിക്കിഷ്ടമില്ലാത്ത ആ ജോലി വീണ്ടും വരുന്ന ഒരു വർഷം കൂടി ചെയ്യണമല്ലോ എന്നുള്ള ഒരു ചോദ്യവും അതിനെക്കുറിച്ചുള്ള ചിന്തകളുമാണ് അയാളെ പൊട്ടിക്കരയാനായിട്ട് പ്രേരിപ്പിച്ചത്. അയാൾക്കത് ഉപേക്ഷിച്ച് പോകണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ അതിനുള്ള മാനസികമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ടുള്ള ധൈര്യമില്ല, അതിനുള്ള സപ്പോർട്ട് വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത ജോലിയിൽ കുടുങ്ങി ഒരു മാറ്റത്തിന് തയ്യാറാകാൻ പറ്റാതെ ജീവിതം കരഞ്ഞു തീർക്കുന്ന ആളുകളെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നവർ അതിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്നുള്ളത് ഈ ഒരു ചിന്തകളുടെ ഡെവലപ്മെൻറ്റ്സ് ആരംഭിക്കുന്ന സമയമാണ്. നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടമില്ലാത്തതാണ്, അത് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥവും തരുന്നില്ല, ഒരു സന്തോഷവും തരുന്നില്ല എന്ന് മനസ്സ് പറയാൻ തുടങ്ങുന്നിടത്താണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. പല ആളുകൾക്കും അതിന് സാധിക്കില്ല എന്നുള്ളത് വാസ്തവമാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഭയം, നമ്മുടെ മാതാപിതാക്കൾ എന്തു പറയും, നമ്മുടെ വീട്ടുകാരെന്തു പറയും, മറ്റുള്ളവർ കളിയാക്കില്ലേ, അപ്പോൾ ഇപ്രകാരമുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ് നമ്മളെ തീരുമാനമെടുക്കുന്നതിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. ഈ തീരുമാനമെടുക്കുന്നതിൻ്റെ യഥാർത്ഥ ഭയം എന്താണ്? മാതാപിതാക്കൾ പറയും, ഞങ്ങൾ നിന്നെ ഇത്രയൊക്കെ ത്യാഗം ചെയ്ത് ഇത്രയൊക്കെ വളർത്തിയിട്ടും നീ ഇതാണോ ഞങ്ങൾക്ക് തരുന്നത്?
ഈ ഒരു ചോദ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കാറുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മാതാപിതാക്കൾ ഈ ത്യാഗം സഹിച്ചത് നമുക്കിഷ്ടമില്ലാത്ത ഒരു ജീവിതത്തിൽ തുടരുന്നതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അപ്രകാരം തീരുമാനമെടുക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നിരിക്കണം. അവർ ചെയ്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിയുമ്പോൾ കാലഘട്ടം മാറിയെന്നും അതുപോലെ തന്നെ ജീവിതവും മാറിയെന്നും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി നാളെ തന്നെ രാജിവെച്ച് അതിൽ നിന്ന് ഇറങ്ങിപ്പോവണോ എന്നുള്ളൊരു ചോദ്യം. പക്ഷേ അത് മണ്ടത്തരമാണ്. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് സന്തോഷം നൽകുന്നില്ല എങ്കിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു ആത്മപരിശോധന നടത്തുക എന്നുള്ളതാണ്. എവിടെയാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെടുന്നത്? ഈ ജോലിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സന്തോഷം തിരികെ പിടിക്കാനായിട്ട് കഴിയുമോ? ഏത് കാര്യമാണ് എനിക്കിഷ്ടമില്ലാത്തത്? ആരോടെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച്, നിങ്ങളുടെ മാനേജേഴ്സിനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ സംസാരിച്ച് ഏതെങ്കിലും കാര്യത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിയുമോ? അല്ല, ഈ ജോലി തന്നെയാണ് പ്രശ്നമെങ്കിൽ, ഇനി എനിക്കിഷ്ടമുള്ളൊരു ജോലി കണ്ടെത്തണമെങ്കിൽ ഏത് തരത്തിലുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്യണം? അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുമോ? ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള കോഴ്സ് ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അതിനെത്ര നാളെടുക്കും? 6 മാസമായാലും 2 വർഷമായാലും 5 വർഷമായാലും എനിക്ക് അത്രയും സമയത്തിനുള്ളിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് ഒരു ട്രാൻസിഷൻ നടത്തിയെടുക്കാനായിട്ട് എനിക്ക് കഴിയുമോ? ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ള ഒരുക്കം നടത്തേണ്ടതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇഷ്ടമില്ലാത്ത ഒരിടത്ത് കുടുങ്ങിക്കിടന്ന് ജീവിതം മുഴുവൻ ശപിച്ച് തീർക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എനിക്കിഷ്ടമുള്ളൊരു മേഖലയെ കണ്ടെത്തി അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒരുക്കി അതിനുവേണ്ട തീരുമാനങ്ങളെടുത്ത് അതിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളത്. ആ ഒരു സത്യത്തെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത്. ഇതിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിജയം, വിക്ടറി അല്ലെങ്കിൽ സക്സസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ മാറ്റി എഴുതുക. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ട്രോഫി അല്ല യഥാർത്ഥ വിജയം എന്നുള്ളത്. നമുക്കിഷ്ടമുള്ളത് ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി അനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സന്തോഷവും അല്ലെങ്കിൽ വിജയം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് കഴിയുക. ഓരോ ദിവസവും വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് ഉണർന്ന് ഇഷ്ടമുള്ള ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തോടും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവരോടുമൊപ്പം ഏറ്റവും സന്തോഷകരമായിട്ട് എൻ്റെ കാലം എത്തിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് യഥാർത്ഥ സന്തോഷവും വിജയവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിജയത്തിൻ്റെ ഡെഫിനിഷൻ മാറ്റി എഴുതിക്കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെ അതിനനുസരിച്ച് മാറ്റാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ ചിന്തകൾക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത ജോലിയെ മാറ്റി നിർവചിക്കാനായിട്ട്, അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റൊന്ന് കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.